ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഓഫീസിലെ ഒരു കൊച്ചു ദിവസത്തെ വീഡിയോ ആണ്. അങ്ങനെ ദേ വീട്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ദേ ഞാൻ ബസ്സൊക്കെ കയറി ഓഫീസിലേക്കുള്ള നടപ്പാണ് ഈ കാണുന്നത്. ഒരു 15 മിനിറ്റ് നടപ്പുണ്ട്. ഞാൻ ഇതിക്ക് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. രാവിലെ കൂട്ടൊന്നുമില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. അങ്ങനെ ദേ നടന്ന് ഞാൻ ദേ നമ്മുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ചെന്ന സമയത്ത് 1-2 പേരൊക്കെ വന്നിട്ടുള്ള, ഓരോരുത്തരൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. അങ്ങനെ ചെന്ന് കഴിഞ്ഞാലുള്ള നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് വന്ന സമയവും ഡേറ്റും പേരൊക്കെ എഴുതി അങ്ങ് ഒപ്പിടുക എന്നുള്ളതാണ്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും വരുന്നവരെ ഞങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ ഫോണിലൊക്കെ കളിച്ച് ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് സമയം ഇരിക്കും. 9:30 ആകും എല്ലാവരും വന്നൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക്. കാര്യം 9:30 നമ്മുടെ ഓഫീസ് ടൈം. ഞങ്ങളെല്ലാവരും 9:15, 9:10 ആ ടൈമൊക്കെ ആകുമ്പോൾ എത്തും. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഓഫീസിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. ഇന്നൊരു ബർത്ത്ഡേ സെലിബ്രേഷനും പിന്നെ ഞങ്ങളുടെ സാലറി ഡേയും കൂടെ ആയിരുന്നു. ഞങ്ങളുടെ ഓഫീസിലെ സാറിൻ്റെയും മാഡത്തിൻ്റെയും കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ കുഞ്ഞിന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് എല്ലാവരും കൂടെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്തത് പൈസയൊക്കെ പിരിക്കുമായിരുന്നു. എന്നിട്ട് രാവിലെ തന്നെ പോയി വാങ്ങാനുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ തന്നെ അത് നോക്കാനായിട്ട് എല്ലാവരും കൂടെ അടുത്തുള്ളൊരു ബേബി ഷോപ്പിൽ തന്നെയാണ് പോയത്. അവിടെയാണെങ്കിൽ ഗേൾസിനും ബോയ്സിനൊക്കെ പറ്റിയ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് തന്നെ അവിടുന്ന് ഓരോന്നൊക്കെ കണ്ടിട്ട് എടുത്തുകൊണ്ട് ഓടാൻ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അത്ര ഭംഗിയുള്ള ഓരോ സാധനങ്ങളൊക്കെ ആയിരുന്നു. ആദ്യം ഞങ്ങളിത് ഈ ടോക്കിംഗ് ടോം വാങ്ങിച്ചു. പക്ഷേ ഇവൻ അങ്ങ് ടോക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവനെ മാറ്റി വെച്ച്. പിന്നെ ഈ ഒരു ടെഡി ബെയർ ആണ് നമ്മൾ ലാസ്റ്റ് എടുത്തത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട് എടുത്തതായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഓഫീസിലെത്തി. പിന്നെ അവിടുന്ന് തന്നെ പൊതിഞ്ഞ് വാങ്ങിച്ചുകൊണ്ടായിരുന്നു വന്നത്. പിന്നെ ഞങ്ങൾ എത്ര സ്റ്റാഫ് കൂടിയാണോ വാങ്ങിച്ചത് അവരുടെ എല്ലാവരുടെയും പേര് ആ കാർഡിൽ എഴുതാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി ഞാൻ എല്ലാവരുടെയും പേരൊക്കെ എഴുതി സെറ്റാക്കി. പിന്നെ ഗിഫ്റ്റ് ഒക്കെ മാറ്റി വെച്ച് ഇനി നമുക്ക് പണിയെടുക്കാനുള്ള ടൈമാണ്. ഉച്ചയ്ക്കാണ് സെലിബ്രേഷൻ. പിന്നെ ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലാണ് കേക്ക് മുറിക്കാനായിട്ട് നിന്നത്. എല്ലാ സ്റ്റാഫുമായിട്ട് ഫ്രണ്ട് ഓഫീസിൽ വന്നാണ് കേക്ക് മുറിക്കാനായിട്ട് നിന്നത്. ഇതാണ് ഞങ്ങളുടെ സാറും മാഡവും അവരുടെ കുഞ്ഞും. അലാസ്ക എന്നാണ് വാവയുടെ പേര്. ഞങ്ങൾ ഡെയിലി കാണുന്ന ആളാണ്. കാര്യം മാഡം വരുമ്പോഴത്തേക്ക് കുഞ്ഞിനെയും കൂടെ കൊണ്ടുവരാറുണ്ട്. അവൾ കുറച്ച് സമയം കിടന്ന് ഉറങ്ങും. പിന്നെ കുറച്ച് സമയം മാഡം എടുത്തുകൊണ്ടൊക്കെ നടക്കുന്ന കാണാം. പിന്നെ അവിടെയൊക്കെ നേരങ്ങിയൊക്കെ ഞങ്ങളുടെ അടുത്തൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നു പോകാറുണ്ട് ആള്. അങ്ങനെ കേക്ക് വെട്ടിക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരുമായിട്ട് കേക്കൊക്കെ കഴിച്ചു. ഏത് ഫ്ലേവറാണെന്ന് ഞാൻ മറന്നുപോയി. പക്ഷെ നല്ല അടിപൊളി കേക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഞങ്ങൾ എല്ലാവരുമായിട്ടാണ് കൊടുത്തത്. അങ്ങനെ വാവ കയ്യിലൊക്കെ അത് പിടിച്ച് വാങ്ങി. പിന്നെ സാറും മാഡം കൂടെ അതപ്പം തന്നെ പൊട്ടിച്ചൊക്കെ നോക്കി. വാവ അത് ആദ്യം കണ്ടപ്പോഴത്തേക്ക് ഒന്ന് ജസ്റ്റ് പേടിച്ചു പോയി. പിന്നെ സാറ് കുറച്ചു നേരം കളിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് അത് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നത്, ആദ്യം ഞാൻ കാണിച്ച ഫോട്ടോയിൽ കണ്ട അത്ര വലിപ്പമൊന്നും ഈ ടെഡി ബെയറിന് ഉണ്ടായിരുന്നില്ല. പിന്നെ വാവയുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു വലിപ്പമുണ്ട്. അവൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതുമായിട്ട് കളിയും ചിരിയൊക്കെ ആയി. കുറേ നേരം ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ ഹാപ്പി ആയത് കണ്ടപ്പോൾ. ഈ ഗിഫ്റ്റ് മാത്രമല്ല, ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ വകയായിട്ട് വാവയ്ക്ക് ഈ ഒരു സൈക്കിളും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ അതിലൊക്കെ ഇരുത്തിയിട്ട് ഫോട്ടോസ് ഒക്കെ കുറെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫുകളാണ്. ടീച്ചേഴ്സും ഓഫീസ് സ്റ്റാഫും ക്ലീനിങ് സ്റ്റാഫും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഫോട്ടോസ് ഒക്കെ എടുത്തു. അങ്ങനെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് മിസ്സിന്റെ വക എല്ലാവർക്കും ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. ബീഫ് ബിരിയാണി ആയിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരുമായിട്ട് പോയിരുന്നിട്ട് ഒരു ക്ലാസ് റൂമിൽ പിള്ളേരുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ പോയി എല്ലാവരുമായിട്ടിരുന്ന് കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു. ക്വാണ്ടിറ്റി ഒരു 2 പേർക്ക് കഴിക്കാനുണ്ടായിരുന്നു. ഒരാൾക്ക് തന്ന ബിരിയാണി. അങ്ങനെ പിന്നെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. ആ സമയത്ത് കുറെ വർത്താനമൊക്കെ പറഞ്ഞ് ഫോണിലൊക്കെ നോക്കി. ഫോൺ വിളിക്കാനുള്ളവരെയൊക്കെ ഫോണൊക്കെ വിളിച്ച് അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യും എല്ലാവരും. ഓഫീസിൽ ഈ ഫുഡ് അടി റെസ്റ്റ് എടുക്കൽ മാത്രമേ ഉള്ളൂ എന്ന് ആരും കരുതരുത്. കാര്യം നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ കിട്ടുന്ന ടൈമിലാണ് ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ജോലി സമയത്ത് ഫോൺ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ എല്ലാവരുടെയും സാലറി ഒക്കെ കയ്യിൽ തന്നു. അതാണ് ഈ കവറിലാക്കി എല്ലാവരും പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാര്യം എൻ്റെ ലൈഫിൽ ആദ്യത്തെ സാലറിയാണ്. അത് എത്ര രൂപയാണെങ്കിലും എന്നെ സംബന്ധിച്ച് വലിയ കാര്യമായിരുന്നു. പിന്നെ 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഓഫീസ് ടൈം ഒക്കെ കഴിഞ്ഞ് അങ്ങനെ വീട്ടിൽ പോകാനുള്ള പരിപാടിയായിരുന്നു എല്ലാവരും. അങ്ങനെ ബാഗൊക്കെ തൂക്കി നമ്മളെല്ലാവരുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് ഞാൻ പറയാറുള്ള 18ാം പടി. ഈ പടി കയറി മുകളിലെത്തുമ്പോഴാണ് നമ്മുടെ ഓഫീസ്. എൻ്റെ കയ്യിലിരിക്കുന്നത് വേറൊന്നുമല്ല, നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ബിരിയാണി ഇല്ലേ, അതിൻ്റെ ആ വേസ്റ്റ് കിറ്റാണ്. പോകുന്ന വഴിയിൽ കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാര്യം നമുക്ക് അവിടെ ഇടാനുള്ള സ്പേസ് ഇല്ല. ഫുഡ് വേസ്റ്റ് ഇടാനുള്ള സ്പേസ് ഇല്ല. അല്ലാത്ത പ്ലാസ്റ്റിക് വേസ്റ്റും പേപ്പറൊക്കെ ഇടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഓരോ ചർച്ചയൊക്കെയാണ്. വേറൊന്നുമല്ല, അടുത്ത പെട്ടിക്കടയിൽ പോയി ഉഴുന്നുവട വാങ്ങിച്ചു തരാമെന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ നല്ല ഈ പലഹാരങ്ങളൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവരും ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ബസ് കയറാനുള്ള പരിപാടിയായിരുന്നു. അതിനുള്ള നടപ്പായിരുന്നു അടുത്തത്. അങ്ങനെ കറക്റ്റ് ടൈമിൽ നമുക്ക് ബസ്സും കിട്ടി, ബസ്സിൽ സീറ്റും കിട്ടി. സമാധാനമായിട്ട് ഇരുന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതലും കൂട്ടുകാരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓഫീസിൽ ഒരു കൊച്ചു ദിവസം അത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ടാറ്റാ.